ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ നഗരസഭയിലെ പാലുവായിൽ അംഗൻവാടി കെട്ടിടത്തിൽ ആലേഖനം ചെയ്ത പേരുകൾ മായ്ച്ചു കളഞ്ഞത് തന്റെ അറിവോടെയാണെന്ന LDF ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാർഡ് കൌൺസിലർ KM മഹ്റൂഫ്. അംഗൻവാടി കെട്ടിടം പുനരുദ്ധാരണ പ്രവർത്തികളുടെ ഭാഗമായി നഗരസഭ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ഭാഗത്തു വന്ന വീഴ്ചയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. LDF ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്. പേരുകൾ മായ്ച്ചു കളഞ്ഞ സംഭവത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല. താൻ തുക നൽകിയല്ല പെയിന്റ് അടിപ്പിച്ചത്. ഇത് ശുദ്ധമായ അസംബന്ധമാണ്. പേരുകൾ മായ്ച്ചതുമായി ബന്ധപ്പെട്ട് അംഗൻവാടി അധ്യാപികയും CPI പ്രവർത്തകനും തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായി 2 ദിവസത്തെ സമയം ചോദിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് LDF നേതാക്കൾ ചെയ്തതെന്നും താൻ പറഞ്ഞതുപ്രകാരം കെട്ടിടത്തിൽ സ്ഥലം നൽകിയ വ്യക്തിയുടെ പേരും MP-യുടെ പേരും ആലേഖനം ചെയ്തതായും മഹ്റൂഫ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ വാർഡ് 10-ലെ 49-ാം നമ്പർ അംഗൻവാടിയാണ് ഈ കാണുന്നത്. 2 ദിവസം മുന്നേ ഇവിടെ ഒരു വലിയ കോലാഹലം ഉണ്ടാകുന്നു. ഈ അംഗൻവാടി ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന ഒരു അംഗൻവാടിയുടെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി പെയിൻ്റ് അടിച്ചപ്പോൾ അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ MP-യുടെ പേരും അതുപോലെ തന്നെ ഈ സ്ഥലം ദാനം ചെയ്ത ആളുകളുടെ പേരും മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി വാർഡ് കൗൺസിലർ ഡിലീറ്റ് ചെയ്തു, അതല്ലെങ്കിൽ മായ്ച്ചു കളഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വാദമുഖവുമായി ഈ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ എന്ന പേരിൽ വന്ന കുറച്ച് ആളുകൾ വളരെ ഭംഗിയായിട്ട് ചിത്രം അവതരിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ തെറ്റിദ്ധാരണ തിരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. കഴിഞ്ഞ 3 ദിവസം മുന്നേ ഈ വിഷയം അംഗൻവാടിയുടെ ടീച്ചറും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവും എൻ്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അത് ഒരു മിസ്റ്റേക്കാണ്, ആ മിസ്റ്റേക്കിനെ അംഗീകരിക്കുന്നു, ആ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസത്തെ സമയം ചോദിക്കുകയും അത് നേരിട്ടും അതുപോലെ തന്നെ വാർഡ് ഗ്രൂപ്പിനകത്തും നമ്മൾ പബ്ലിക്കായിട്ട് അത് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് വാർഡ് 10-ലെ കൗൺസിലറുടെ പേരിലേക്ക് വന്നു എന്നുള്ളത് ശുദ്ധമായ അസംബന്ധമാണ്. കാരണം ഇത് വാർഡ് കൗൺസിലറുടെ കാശ് കൊണ്ട് പെയിൻറ് ചെയ്തതല്ല. തീർച്ചയായിട്ടും ഗുരുവായൂർ നഗരസഭ ഉദ്യോഗസ്ഥർ അതിനകത്ത് ഭാഗവാക്കാണ്. അതുപോലെ തന്നെ വാർഡിലെ ഈ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരനും അദ്ദേഹത്തിൻ്റെ പണിക്കാരും അതിനകത്ത് ഭാഗവാക്കാണ്. തീർച്ചയായിട്ടും അംഗൻവാടിയിൽ ഡെയിലി വരുന്ന ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയിൽ പോലും അത് പെട്ടിട്ടില്ല. മാത്രമല്ല, ഇതിനകത്തെ ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫോട്ടോ ആയിരുന്നു ഇതിനു മുന്നേ ഈ അംഗൻവാടി ഉണ്ടായിരുന്നത്. ഇതിനകത്തെ പേര് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. അന്നൊന്നുമില്ലാത്ത, ആ പേര് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന അന്നൊന്നുമില്ലാത്ത ഈ പ്രയാസം ഇത് ഈ രീതിയിലേക്ക് എത്തിയതിനു ശേഷം വന്നു എന്നുള്ളത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. താൻ കൗൺസിലർ ആകുന്നതിന് മുൻപ് ആലേഖനം ചെയ്ത ചില ഭാഗങ്ങൾ മാഞ്ഞു പോയിട്ടും ആ സമയത്ത് ഇല്ലാത്ത പ്രയാസമാണ് ഇപ്പോഴുള്ളത്. അംഗൻവാടി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി 4.5 വർഷമായിട്ടും വാർഡ് കൗൺസിലർ ഒന്നും തന്നെ ചെയ്തില്ല എന്ന ആരോപണം തെറ്റാണ്. താൻ കൗൺസിലറായി 3 വർഷവും 11 മാസവുമായിട്ടുള്ള ഈ കാലയളവിൽ അംഗൻവാടിയിലേക്ക് കോൺക്രീറ്റ് നടപ്പാതയും വാട്ടർ ടാങ്കും കൊടിമരം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ജനം തിരിച്ചറിയണമെന്നും മഹ്റൂഫ് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ ഒരു വാദമുഖം എന്ന് പറയുന്നത് ഈ 4.5 വർഷമായി ഈ കൗൺസിലർ ഇവിടെ വന്നിട്ട് എന്നാണ് പറയുന്നത്. അത് തന്നെ ആദ്യത്തെ തെറ്റ്. 3 വർഷവും 11 മാസവും ആയിട്ടുള്ളൂ. ഈ 3 വർഷത്തെ ഈ ഒരു കാലയളവിൽ തന്നെ ഈ വാർഡിനകത്ത് ഈ അംഗൻവാടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഈ കടന്നു വരുന്ന പാത നമ്മൾ വന്നതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതാണ്. ഈ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം ഇതിനകത്ത് കുടിവെള്ളത്തിനോ അതല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളുടെ ബാത്റൂം സൗകര്യത്തിനോ ഉള്ള വെള്ളം പോലും കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഒരു 75 അടിയെങ്കിലും ദൂരെ പോയി ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ വന്നതിന് ശേഷം ഇതിനകത്ത് മോട്ടർ വെച്ചു, വാട്ടർ ടാങ്ക് വെച്ചു, കൃത്യമായി പൈപ്പ് ലൈൻ സൗകര്യങ്ങൾ ഒരുക്കി. ഈ കാണുന്ന ട്രസ് വർക്കും ഇത് കാണുന്ന ഇത്ര മനോഹരമാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. എന്തിനേറെ പറയുന്നു, ഈ കൊടിമരം പോലും നമ്മൾ വന്നതിന് ശേഷം ചെയ്തിട്ടുള്ളതാണ്. ഗുരുവായൂർ നഗരസഭയിലെ 10-ാം വാർഡ് പാലുവായിൽ 49-ാം നമ്പർ അംഗൻവാടിക്കായി സ്ഥലം നൽകിയ വ്യക്തിയുടെ പേരും ഫണ്ട് അനുവദിച്ച MP-യുടെ പേരും അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും വാർഡ് കൗൺസിലർ മനഃപൂർവ്വം പെയിന്റ് അടിച്ച് മായ്ച്ചു കളഞ്ഞെന്ന ആരോപണവുമായി LDF പ്രവർത്തകർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അംഗൻവാടി UDF പ്രവർത്തകർ സന്ദർശിച്ചു. തൈക്കാട് മണ്ഡലം UDF ചെയർമാൻ BV ജോയ്, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി MV ബിജു, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഫ്സൽ പാലുവായ്, മുസ്ലിം ലീഗ് പാലുവായ് മേഖലാ പ്രസിഡന്റ് PC മുഹമ്മദ് ഉണ്ണി, UDYF മണ്ഡലം ഭാരവാഹി ജയ്ഫർ പാലുവായ്, ALM SC കമ്മിറ്റി അംഗം സുഹ്റാബി നെജു,
മണ്ഡലം ഭാരവാഹികളായ RV ഫൈസൽ, OT കബീർ, ഹൈദരാലി, ഷക്കീല അബ്ദുമൻ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുത്തൻമാവ്, ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ്, ഒരുമനയൂർ.